Hey guys, ഞാൻ കുറേ ദിവസമായിട്ട് Hey guys, കുറേ ദിവസമായിട്ട് ഇവിടെ കാണാൻ വേണ്ടി സാഹചര്യം വീട്ടിൽ കിടക്കില്ല. Hey guys, ഇന്ന് ഒരു Hey guys, അപ്പം നമ്മൾ ഇന്നൊരു ദിവസം Hey guys, അപ്പം ഞാനൊരു എക്സാം ചെയ്യുന്നതിന് എക്സാം Hey guys, അപ്പം ഞാനൊരു Hey guys, അപ്പം ഞാനൊരു ടീമിനെ ഫാൻ ചെയ്യുന്നത് നമ്മൾ പറയുന്നത് ഹേ ഗായ്സ്, അപ്പം ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. റമദാൻ ഡേ ഇൻ മൈ ലൈഫാണ്. ഇതിപ്പോൾ കുറേ നാളുകൊണ്ട് വിചാരിക്കുകയാണെങ്കിൽ റമദാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം. പക്ഷേ എക്സാമും കാര്യങ്ങളൊക്കെയാണ് നടക്കാറില്ല. എനിക്കൊന്ന് എല്ലാ വീഡിയോയ്ക്കകത്തും ഈ സെയിം ഡയലോഗാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ എക്സാമാണ് ഉണ്ടാട്ടോ. ഇപ്പം സ്റ്റഡി ലീവ് വന്നിട്ടുണ്ട്, അതാണ് ഇങ്ങനെ ഇന്നെടുക്കാൻ പറ്റിയത്. അപ്പം എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇരുന്ന് കാണുക. പിന്നെന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ. അപ്പോൾ ഓക്കെ, ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ഇൻട്രോ ഒന്ന് ശരിയാക്കി എടുത്ത് ഇത്ര കൊടുത്തിട്ട് അങ്ങോട്ട് ഒക്കുന്നില്ല. അത് പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ചില സമയത്ത് ആദ്യത്തെ ടേക്ക് തന്നെ ചിലപ്പോൾ റെഡി ആവാറുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ. എന്തായാലും നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. ഞാനാണെങ്കിൽ കുറേ ദിവസം കൊണ്ട് കുറേ ദിവസം എന്ന് പറയാൻ പറ്റില്ല, ഈ റമദാനൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തൊട്ടേ വിചാരിച്ചാണ് റമദാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന്. എനിക്ക് വിചാരിച്ചെങ്കിൽ അങ്ങോട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ആണെങ്കിലോ ഇതെടുക്കാനായിട്ട് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. ബെഡിൽ നിന്ന് എണീക്കുന്നതിന് മുന്നേ ബെഡിൽ കടന്നുകൊണ്ട് തന്നെ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഇന്നലെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിലോ. കാരണം എന്താ വെച്ചാൽ 26th വരെ എക്സാം ഉണ്ട്. അപ്പം എന്തായാലും ഓൾമോസ്റ്റ് കഴിയാറായി നമ്മുടെ റമദാൻ. 26th കഴിഞ്ഞാൽ പിന്നെ 4 നോമ്പ് കൂടി ഉണ്ട്. എന്നാലും നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും അത് വിട്ടു. രാവിലെ ഒരു 7 o'clock ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എണ്ണീറ്റ്. പിന്നെ എണ്ണീറ്റ് ബെഡൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടിട്ട് അത് പിന്നെ നമുക്ക് ഏത് ടൈമിൽ എണ്ണീറ്റാലും അത് മസ്റ്റാണ്. ഇന്ന് നേരെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നു. ഇത് പിന്നെ നമ്മൾ ഇടയത്താഴത്തിന് എണ്ണീറ്റ് ബ്രഷ് ചെയ്താലും രാവിലെ എണ്ണീറ്റ് ബ്രഷ് ചെയ്തില്ലെങ്കിൽ എന്തോ പോലെയാണ്. ഈ ടേബിൾ കിടക്കുന്ന കോലം കണ്ടോ, ആകെപ്പാട് മെസ്സി ആയിട്ട് കിടക്കുക. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്ര സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ 5 മിനിറ്റ് കഴിയുമ്പോൾ നേരെ പഴയ കോലത്തിൽ വരും. ഇപ്പം ഞങ്ങളുടെ കാര്യത്തിൽ 100% സത്യമാണ്. അത് പിന്നെ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനും പറ്റില്ല, പഠിക്കാൻ തോന്നിയില്ല. പിന്നെ എന്തായാലും ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഇന്നലെ എടുത്ത് വെച്ച വീഡിയോ ആണല്ലോ. ഇപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ, ആ പഴയതുപോലെ തന്നെ ആയി. ഇപ്പം എങ്ങനെയാ അങ്ങനെ ആവുന്നേന്ന് അറിഞ്ഞൂടാ. ഇപ്പം നമ്മളാക്കാണ്ട് അങ്ങനെ ആവില്ലല്ലോ. ഇപ്പം എൻ്റെ ഈ വീഡിയോ ആണ് മുമ്പി മനസ്സിൽ കരുതിയിട്ടുണ്ടാവും, അല്ലെ അവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം ഞാനല്ല, കാരണം ഞാൻ അത്തിക്കൊണ്ട് അവിടെ ഇരുന്ന് പഠിക്കാറില്ല. അഥവാ അവിടെ ഇരുന്ന് പഠിക്കാൻ തോന്നിയാൽ തന്നെയും അത് കുറച്ച് നേരത്തേക്ക് കാണുള്ളൂ. കാരണം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും വേറെ സ്ഥലത്തോട്ട് തന്നെ പോകും. അല്ല, ഇനിയുണ്ടല്ലോ എന്നെക്കാട്ടിൽ ഉയരം കൂടിയവരും എന്നെക്കാട്ടിൽ ഉയരം കുറഞ്ഞവരും അവരാവാൻ ചാൻസ് ഉണ്ടല്ലോ. ഇതെന്താണ് ഈ താത്ത ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ, വേറെ എന്തെങ്കിലും മാറ്റി പിടിച്ചു. എൻ്റെ മനസ്സിൽ ഞാൻ കരുതാറുണ്ട്, പക്ഷെ ഞാൻ എന്തെങ്കിലും ഒന്ന് തുടക്കം വെച്ചാൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിപ്പോൾ എൻ്റെ കുഴപ്പമാണോ? അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്തായാലും നിങ്ങൾ പറയില്ല, വേണ്ട ഒന്നും പറയണ്ട, അവിടെ മിണ്ടായിരുന്നോളി. ഇതേ പോകുന്നു, അതവിടെ നിന്ന് പോയി. ഇതാണ് പ്രശ്നം. ഇതെന്ത് ചെയ്യാൻ പറ്റും? സത്യം പറഞ്ഞാൽ പഠിക്കാതിരിക്കും വേണ്ടല്ലോ, ഇരുന്ന് പഠിക്കണോ കിടന്ന് പഠിക്കണോ തലകുത്തി ഇരുന്ന് പഠിക്കണോ എന്ന അവസ്ഥയാണ്. എന്താ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരിടത്തിരുന്ന് അടങ്ങിയിരുന്ന് പഠിക്കാറുണ്ട്. കാണിക്കുന്ന കാണിപ്പാണ്ടില്ലേ, ഇത് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അധികം നേരം ആ സ്റ്റഡി ടേബിളിൻ്റെ മുന്നിൽ ഇരുന്ന് പഠിക്കത്തില്ല. എനിക്ക് അങ്ങനെ ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ ബെഡിലിരുന്ന് കടന്നും ഇരുന്നും ഒക്കെ പഠിക്കും. അങ്ങനെ ഇരുന്ന് പഠിക്കില്ലെന്നും ആണ്. ഇതാണ് ഐബു. ഉറക്കത്തിൽ നിന്ന് എണീറ്റാണ് എന്തോ പറയുന്നുണ്ട്. എനിക്ക് ഇവൻ ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ ഒരു കാഴ്ച കാണിച്ചു തരാം, അത് നിങ്ങൾ കണ്ടോ? അരമണിക്കൂർ 1.5 മണിക്കൂർ എന്താ പോന്നാ എന്താണെന്നറിയോ, ആൾ അങ്ങനെ നിൽക്കുന്നു. തുമ്മി സാലും കൂടി പുറത്തു പോയിണ്ടായിരുന്നു. അപ്പോൾ ഇവന് മനസ്സിലായി ഇവരോട് എങ്ങാണ്ട് പോവാണെന്ന് മനസ്സിലായി. അതാണ് ആൾ അങ്ങനെ നിൽക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സെറ്റ് പോകാൻ നേരത്താണെങ്കിൽ ഒരു കരച്ചിലും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് റെഡിയായി. പിന്നെ മാമിയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമിയുടെ മോള് മുത്താണെങ്കിൽ അവിടെ മറ്റേ ഉപ്പും മുളക് ഉണ്ടല്ലോ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഉപ്പും മുളക് ഉണ്ടല്ലോ അതൊരു ഹരമാണ് നമുക്ക്. എത്ര ഉണ്ടായാലും എടുക്കില്ല. ഞാനൊക്കെ ഉണ്ടല്ലോ ആദ്യം മുതലത്തുള്ള എപ്പിസോഡ് തൊട്ട് കാണുമായിരുന്നു. ഉപ്പുമുളക് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പാക്കിയ ടൈമിൽ ഞാനാണെങ്കിൽ ഇത് ആദ്യം മുതലിരുന്ന് ഇങ്ങനെ കാണുന്ന പരിപാടിയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഐബുമായിട്ടൊക്കെ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അവനിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. അവനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് സൈക്ലിംഗ് ഇങ്ങനെ വിട്ടുന്നത്. എനിക്കാണെങ്കിൽ അതിനൊപ്പം തന്നെ ഇങ്ങനെ വിട്ടിക്കൊണ്ട് പോകുന്നതും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് റമദാൻ തുടങ്ങുന്നതിന് മുന്നേ വലിയ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ
30 ദിവസം വീട്ടിലാണ്. റമദാൻ ഡേ 1, റമദാൻ ഡേ 2, റമദാൻ ഡേ 3 ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു. ഇങ്ങനെ പ്ലാൻ ചെയ്തത് മാത്രം മിച്ചം. ഭാഗ്യവശാൽ അത് നടന്നില്ല. ഒന്നുമില്ലെങ്കിൽ ഈ ഷോർട്ടെങ്കിലും 60 സെക്കൻഡിൽ ഒതുങ്ങുന്ന വീഡിയോ എങ്കിലും ഇടണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അല്ല ഇനിയും ടൈമിൻ്റെല്ലോ 30 ദിവസം ഇട്ടില്ലെങ്കിലും ലോങ് വീഡിയോ അല്ലെങ്കിൽ ഷോർട്ടെങ്കിലും ആയിട്ട് നമുക്ക് ഇടാൻ ശ്രമിക്കും. പിന്നെ ഈ എക്സാം ഒന്ന് കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ടിരിക്കുക. പേടിക്കണ്ട ആരും പേടിക്കണ്ട, ഒന്നും പറ്റിയിട്ടില്ല. അല്ല ഇപ്പം എന്താണ് ഇവിടെ നടന്നത്? അത് വേറൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് കറി ലീവ്സ് ഇട്ട് കൊടുത്താണ് ഇത്ര ഉണ്ടായത്. അല്ല ഇതൊക്കെ സ്വാഭാവികമാണല്ലോ, എന്നാലും കുറച്ച് അകലെ അങ്ങോട്ട് മാറി നിട്ടാൽ മതി. നമുക്ക് നോമ്പ് തുറക്കാം. പലഹാരം എന്ന് പറയുന്നത് ദോശയാണ്. കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് എഴുതി. അത് വിശ്വസിക്കില്ലേ? നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയൊരു തെറ്റുണ്ട് അതിൽ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജ്യൂസ് അല്ല ഷേക്കാണ്. അയ്യോ അപ്പം നേരത്തെ നിർത്തിയത് എവിടെയായിരുന്നു? എൻ്റെ പൊന്നോ. അല്ലല്ല വിഷമിക്കേണ്ട, വേറൊന്നുമല്ല, ദോശ അതിലായിരുന്നു നിർത്തിയത്. നമുക്ക് തട്ടുകട സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് എഴുതി. നമ്മൾ തന്നെ ദോശ ഉണ്ടാക്കി ചമ്മന്തിക്കറിയും ഓംപ്ലേറ്റും കൂടി കഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എന്ത് വേണം? പിന്നെ നമ്മൾ ബാങ്കൊക്കെ വിളിച്ച് നോമ്പൊക്കെ തുറന്നിട്ട് നമ്മളൊരു 8:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ തറാവിയെ നിസ്കരിക്കാൻ പോകും കേട്ടോ. നമ്മൾ മാമീൻ്റെ വീട്ടിലാണ് നിസ്കരിക്കാറ്. അവിടെ ആണെങ്കിൽ എല്ലാവരും വരാറുണ്ട്, കൊച്ചു പിള്ളേരും എല്ലാവരും വരാറുണ്ട്. കണ്ടില്ലേ, എല്ലാവരും അതിനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഈ തറാവിയൊക്കെ നിസ്കരിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒജീനൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഡേറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അങ്ങനെ ഈ സാധനമൊന്നും ഇല്ല, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ. ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ഷാർജ ഷേക്കാണ്. അതിന് റാബിയും കൂടി അത് റെഡിയാക്കാനായിട്ട് കിച്ചണിലേക്ക് വന്നതാണ്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് സ്റ്റാറും ആശയക്കാരായിരുന്നു. ഞാൻ എല്ലാവർക്കും മേടിച്ചു കൊടുത്തേക്ക്. അപ്പോൾ എന്തായാലും എൻ്റെ റമദാൻ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ മുല്ലയുടെ ഷേക്കും കുടിച്ചുകൊണ്ട് പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.